നമ്മൾ ഇന്ത്യക്കാർക്ക് ഫ്രീ വിസ അനുവദിച്ചിട്ടുള്ള കുറച്ച് കൺട്രീസ് ഉണ്ട്. അതിലൊന്നാണ് കേട്ടോ മലേഷ്യ. എന്നാൽ പിന്നെ അവിടെ തന്നെ അടുത്ത് എൻ്റെ സെക്കൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് എൻ്റെ യാത്രയിൽ കൂടെയുള്ളത് വേറെ ആരുമല്ല, എൻ്റെ അനിയത്തിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്ത്യക്കാർക്ക് ഫ്രീ വിസ കൺട്രി ആണെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ അങ്ങ് കയറി ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ മലേഷ്യ ഓൺ അറൈവൽ കാർഡ് പോകുന്നതിൻ്റെ 3 ദിവസം മുന്നേ നമ്മൾ എടുത്തിരിക്കണം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, റിട്ടേൺ കൂടെ വേണം. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ ഹോട്ടലിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ മലേഷ്യൻ റിങ്കറ്റ്സ് കൂടെ കരുതാം. അങ്ങനെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് നമ്മളിതാ എയർപോർട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഊബർ പോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് കേട്ടോ, ഗ്രാബ്. നമ്മളിപ്പോൾ പോകുന്നത് ചൈന ടൗണിലോട്ടാണ്. എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഉണ്ട് അവിടേക്ക്. ഹോട്ടലൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പറഞ്ഞ പോലെ ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാവൽ ഏജൻസിനൊന്നും നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഐറ്റിനറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറേ യൂട്യൂബ് ബ്ലോഗ്സൊക്കെ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചും കുറേ ദിവസത്തെ എന്താ പറയുക പഠനങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ആ ധൈര്യം അങ്ങ് കിട്ടിയത്. നമ്മൾ ഹോട്ടലൊക്കെ എത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഫ്രഷ് ആയതിനൊക്കെ ശേഷം ഫുഡൊക്കെ കഴിക്കുകയാണ് ആദ്യം ചെയ്തത്. എന്നിട്ട് നമ്മൾ KL ടവർ കാണാനാണ് കേട്ടോ ആദ്യമായിട്ട് വന്നത്. ഇവിടെ തുടങ്ങി മലേഷ്യ നമ്മളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുഞ്ഞുനാളിൽ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, പണ്ട് കൈരളി ചാനലിൽ ലക്ഷ്മി ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി മലേഷ്യക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴെങ്കിലും എനിക്കൊരു ചാൻസ് കിട്ടിയ അത് ഞാൻ വലിയ കുട്ടിയായിട്ട് പോവുകയാണെങ്കിൽ അത് ആദ്യം മലേഷ്യക്കായിരിക്കും എന്നുള്ളത്. പക്ഷെ എന്തോ തായ്ലൻഡാണ് എനിക്ക് ആദ്യമായിട്ട് പോകാനായിട്ട് പറ്റിയത്. എന്നാലും സാരമില്ല, ഞാൻ പണ്ട് സ്വപ്നം കണ്ട എൻ്റെ ആ സ്വപ്നം എന്താ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് വല്ലാതെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ, ഇവിടെയും ചൂടിന് ഒട്ടും കുറവൊന്നുമില്ല. ഇനി നമുക്ക് ഡേ 2 പോവാം കേട്ടോ. ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ വന്നത് ബാട്ടു കേവ്സ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ ഐറ്റിനറിയിലെ മെയിൻ ഒരു സ്പോട്ടായിരുന്നു കേട്ടോ നമ്മുടെ ബാട്ടു കേവ്സ്. എത്ര നേരമാണ് ഞാനിത് നോക്കി നിന്നേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്ര നേരം ഞാൻ മുരുകനെ നോക്കി പ്രാർത്ഥിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ. ഞാൻ മലേഷ്യക്ക് പോയി വന്നതിന് ശേഷം ഈ ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടിയ ഷോർട്സ് ആയിരുന്നു കേട്ടോ ഈ ബാട്ടു കേവ്സിലുള്ള നമ്മുടെ മുരുകൻ്റെ. ചില ടൈം ഇവിടെ ഈ ഒരു മുരുകനെ മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടായിരുന്നു വന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് കാണാൻ പറ്റുമോ ഇല്ലയെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് കാണാനായിട്ട് പറ്റി. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടെ ആയതുകൊണ്ട് തന്നെ ഫോട്ടോഷൂട്ടിന് ഇവർ നല്ല പോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ അവരെ കൊണ്ടൊന്നും എളുപ്പിക്കാൻ പോയില്ല. കാരണം നമ്മുടെ അടുത്ത് എന്താ പറയുക ഐഫോൺ അതുപോലെ തന്നെ വിവോ 300 Pro ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ ഫോട്ടോസ് എടുക്കാനൊക്കെ. ഇൻ കേസ് ആർക്കെങ്കിലും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ അവർ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഇപ്പം ഇത് കഥ അല്ലേ? ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് ഈ സ്റ്റെപ്പെല്ലാം ഞാൻ എങ്ങനെ കയറും എൻ്റെ മുരുകാന്ന് ആലോചിച്ചിട്ടായിരുന്നു കുറേ നേരം നിന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വളരെ കാലത്തൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇവിടെ വരണം എന്നുള്ളത്. നമ്മുടെ ഈ ഐറ്റിനറി സെറ്റാക്കുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യത്തെ ദിവസം നമ്മൾ ഇവിടേക്ക് തന്നെ വരണം എന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ ഫ്ലൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടൽ ചെക്കിങ് ഇതൊക്കെ കാരണമാണ് നമുക്കത് സെക്കൻഡ് ഡേയിലോട്ട് മാറ്റിയത്. എന്നിരുന്നാലും സെക്കൻഡ് ഡേയിൽ ആദ്യം തന്നെ നമ്മൾ വന്നത് ബാട്ടു കേവ്സിലോട്ടായിരുന്നു. എത്ര നേരം വേണമെങ്കിലും നമുക്കിതാ ഇങ്ങനെ മുരുകനെ നോക്കി നിൽക്കാനായിട്ട് നമുക്ക് പറ്റും. അത്രയ്ക്ക് തലയെടുപ്പായിരുന്നു നമ്മുടെ മുരുകന്. അങ്ങനെ നോക്കി നിൽപ്പൊക്കെ നിർത്തി വെച്ച് നമ്മൾ ഓരോരോ പടിപടിയായി കയറാൻ തുടങ്ങി. ഇത് നോക്കി നല്ല രസമുണ്ടല്ലേ കാണാൻ, അമ്മയും കുഞ്ഞും. പിന്നെ എൻ്റെ നടത്തം ഒരു നോൺ സ്റ്റോപ്പായിട്ടൊന്നും നിങ്ങൾ കാണണ്ട. എങ്ങനെയാണ് ഞാൻ നടക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയുന്നില്ല കേട്ടോ. അയ്യോ, എന്നെക്കൊണ്ട് ഇത്ര ദൂരമൊക്കെ നടന്ന് കയറാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിവേയ്സ് നമ്മൾ അങ്ങനെ മുകളിലെത്തി. പിന്നെ ഒരു കാര്യം, ഇതെല്ലാം ഞാൻ എൻ്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു കേട്ടോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഒരിക്കലും ഇങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതൊന്നും ആയിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നി ഇത് നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന്.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ടെമ്പിളിനേക്കാൾ ഉപരി ഇവർ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധാ ഒരു ടെമ്പിളൊക്കെ പോലെ അല്ല, കാരണം ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അലോ ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അടുത്തത് നമ്മൾ പോയിട്ടുള്ളത് ഇസ്താന നഗരയിലോട്ടായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഇവിടെ. ഇതൊരു പാലസ് ആണെന്നാണ് പറഞ്ഞു കേട്ടത് നമ്മൾ. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങോട്ട് പോകാനുള്ള പെർമിഷനും ഇല്ല, അതും വേണമല്ലോ പറയാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര വെയിലായിരുന്നു. വെയിൽ കാരണം നമ്മൾ മതിയാക്കാം, ഇവിടെ നിന്ന് പോവാം റൂമിലോട്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഇതാ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. എന്നാൽ പിന്നെ കുറച്ച് നേരം ഇത് നോക്കി നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം എന്താ നമ്മൾ ഇവർ പോകുന്നതായിരുന്നു കേട്ടോ നോക്കി നിന്നിരുന്നത്. അപ്പോഴും ഭയങ്കര വെയിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ ഹോട്ടലിലോട്ടായിരുന്നു. പിന്നെ എഗെയിൻ ഫുഡ് ഉറക്കമൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ പോയി. ഇനി ഡേ 2 നൈറ്റ് പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള പെട്രോണാസ് ടവർ കാണാൻ വേണ്ടി പോകുക എന്നുള്ളതായിരുന്നു. അതിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരുങ്ങിയിട്ടുള്ളത്. ഇന്ന് എൻ്റെ ഹെയർ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് വേറെ ആരുമല്ല കേട്ടോ, എൻ്റെ അനിയത്തി തന്നെയാണ്. അങ്ങനെ നമ്മളുടെ മലേഷ്യ ട്രിപ്പിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള പെട്രോണാസ് ടവറിൻ്റെ ഫ്രണ്ടിലെത്തി. ഈ ഒരു മൂമെൻ്റ് അങ്ങ് ഫ്രീസായി പോയിരുന്നെങ്കിലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിരുന്നു. അത്ര ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ അനിയത്തിയുടെ കൂടെ തന്നെ കാണാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം ഒരിക്കൽ ഞങ്ങൾ ഇതുപോലെ പ്ലാൻ ചെയ്തിട്ട് നമുക്കത് നടന്നില്ല. പിന്നെയാണ് എനിക്ക് തോന്നി ദൈവം എൻ്റെ അനിയത്തിയുടെ കൂടെയായിരുന്നു ആ പ്ലാൻ ഒരുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കും അതെ. ഞങ്ങളങ്ങനെ കുറേ നേരം പെട്രോണാസ് ടവറിൻ്റെ അവിടെ തന്നെയായിരുന്നു കേട്ടോ സ്പെൻഡ് ചെയ്തത്. ഇതിങ്ങനെ മൊബൈലിൽ ക്യാപ്ചർ ചെയ്യണേക്കാൾ കൂടുതൽ സത്യമായിട്ട് എൻ്റെ മനസ്സിലാണ് കേട്ടോ കൂടുതൽ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. ഒരു യാത്ര എന്ന് പറയുമ്പം അതിൻ്റെ കൂടുതൽ മെമ്മറീസും എൻ്റെ മൈൻഡിൽ തന്നെയായിരിക്കും ഞാൻ സൂക്ഷിച്ച് വയ്ക്കാറുള്ളത്. അങ്ങനെ നമ്മളിതാ അടുത്ത ദിവസത്തിലോട്ട് എത്തിയിട്ടോ, അതായത് ഡേ 3. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഗെൻഡിങ് ഹൈലൻഡ് കാണാൻ വേണ്ടി പോകാമെന്നായിരുന്നു. അതിനായിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവാന സ്കൈവേ ആയിരുന്നു കേട്ടോ. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ കേബിൾ കാറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഗെൻഡിങ് ഹൈലാൻഡ്സിലോട്ട് പോകുമ്പോൾ ഏറ്റവും ഒരു അട്രാക്ഷൻ ഈ കേബിൾ കാർ ആണെങ്കിൽ കൂടിയും എനിക്കതൊന്നും ആയിരുന്നില്ല കേട്ടോ ഇഷ്ടപ്പെട്ടത്. ഗെൻഡിങ് ഹൈലാൻഡ്സിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഒരു സ്റ്റോപ്പാണ് ചിൻ സ്വീ ടെമ്പിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ അവിടെ പോയി നമുക്കിങ്ങനെ പ്രേ മാത്രം അതായിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷേ അല്ല, എന്തൊരു ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണെന്നറിയോ. നിങ്ങൾക്ക് ഫോട്ടോസ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക മനോഹാരിത ഇത് എത്രമാത്രം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു അവിടെ. എനിക്ക് മലേഷ്യൻ ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡേ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പെട്രോണാസ് ഓഫ് കോഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. നിങ്ങൾ പോകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മലേഷ്യയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ ഒരു ചിൻ സ്വീ ടെമ്പിൾ കൂടെ ആഡാക്കാൻ മറക്കരുത് കേട്ടോ. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല തണുപ്പായിരിക്കും ഇവിടെ, നല്ല കാറ്റും ഒക്കെ. ഈ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു ക്ലൈമറ്റ് ഒന്നും ആയിരിക്കില്ല ഈ ചിൻ സ്വീ ടെമ്പിളിലെത്തുമ്പോൾ. ഞങ്ങൾ എന്താ പറയുക എത്ര ഫോട്ടോസ് വീഡിയോസ് എടുത്തെന്ന് ചോദിച്ചാൽ അറിയില്ല. കുറേ നേരം നമ്മളവിടെ എത്തിയ ഒരു എന്താ പറയുക നമ്മളിങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത്. നമ്മളിങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ടെമ്പിളിനെ കുറിച്ച് അറിഞ്ഞായിരുന്നു. പക്ഷെ ഇത്രമാത്രം ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് ഇവിടെ വന്നപ്പോൾ തന്നെയാണ് കേട്ടോ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. അങ്ങനെ നമ്മളിവിടെ കുറേ നേരം നമ്മളിവിടെ ഓടി നടന്ന് എൻജോയ് ചെയ്തു. അങ്ങനെ അവസാനം നമ്മൾ ഗെൻഡിങ് ഹൈലാൻഡ്സിലോട്ട് എത്തി. ഈ ഒരു ഷോപ്പിംഗ് മോൾ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇവിടെ നടന്ന് കുറേ നേരം ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ ആ ഡേ തീർത്തു. നമ്മൾ ഏറ്റവും കൂടുതൽ ഷോപ്പിങ്ങിനും ഫുഡിനൊക്കെ തന്നെയായിരുന്നു കേട്ടോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ അതായത് നമ്മുടെ ലാസ്റ്റ് ഡേ നമ്മൾ കൂടുതലും സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ തന്നെയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. മെയിൻ അവിടുത്തെ മാർക്കറ്റിലൊക്കെ പോയി നമ്മൾ ഷോപ്പിംഗ് ചെയ്തായിരുന്നു. ഇനിയും കുറേ ക്ലിപ്സൊക്കെ ഉണ്ട്, അതെല്ലാം പല പല ഫോണിൽ കിടക്കുന്നതുകൊണ്ടാണ് കിട്ടാത്തത്. അങ്ങനെ ഞങ്ങളുടെ ഒരു കുഞ്ഞു മലേഷ്യൻ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. അടിപൊളിയായിരുന്നു. സ്വന്തമായിട്ട് തന്നെ നമ്മളെല്ലാം കണ്ടെത്തി പോയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേണമെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് എന്താ പറയുക കുറച്ചൊന്ന് പഠിച്ച് കുറച്ച് കണ്ടെത്തണം, അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഫ്രീ വിസ കൺട്രീസിലോട്ടൊക്കെ നമുക്ക് തനിയെ വേണമെങ്കിൽ പോകാം കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം.